Executive is neither parliamentary nor presidential. French executive എന്ന് പറയുന്നത് പാർലമെന്ററി അല്ല പ്രസിഡൻഷ്യൽ അല്ല. ഡിസ്കസ് ഇത്രയാണ് ക്വസ്റ്റ്യൻ. The French constitution of the Fifth Republic provided an executive which is neither presidential nor parliamentary. അപ്പോൾ ഫ്രഞ്ച് ഭരണഘടനയിൽ, അതായത് അഞ്ചാം റിപ്പബ്ലിക്കിൽ നിലവിൽ വന്ന ഫ്രഞ്ച് ഭരണഘടന ഒരു എക്സിക്യൂട്ടീവ് സമ്പ്രദായം ഫ്രാൻസിൽ നടപ്പിലാക്കി. അത് പാർലമെൻ്ററി അല്ലായിരുന്നു, പ്രസിഡൻഷ്യലും അല്ലായിരുന്നു. ഇറ്റ് ഈസ് ദ മിക്സർ ഓഫ് ബോത്ത് പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. So a sharp controversy exists among the scholars whether the constitution of the Fifth Republic is parliamentary or presidential in nature. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ ഫിഫ്ത്ത് റിപ്പബ്ലിക്കിൽ നിലവിൽ വന്ന ഭരണഘടന അനുസരിച്ച് ഫ്രാൻസിലൊരു പാർലമെൻ്ററി ഫോം വേണോ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം വേണോ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ചൊരു വലിയ കോൺട്രവേഴ്സി സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് പൊസസ്സസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. കാരണം എന്താണ്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഫിഫ്ത്ത് റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെയും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെയും സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട് അവിടെ നിലനിൽക്കുന്ന ഭരണസമ്പ്രദായം പാർലമെൻ്ററി വേണോ പ്രസിഡൻഷ്യൽ വേണോ എന്നുള്ള ഒരു കോൺട്രവേഴ്സി അവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, നിലവിൽ വന്നു. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ് ഷാൽ ബി ഡിസൈറബിൾ ടു ഹാവ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്സ് പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ പാർലമെൻ്ററി പ്രസിഡൻഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ചൊരു ഐഡിയ നമുക്കെന്താ ഈ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഫ്രാൻസിൽ നിലനിൽക്കുന്ന പാർലമെൻ്ററി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ പാർലമെൻ്ററി ഫീച്ചേഴ്സ് ഓഫ് ഫ്രഞ്ച് എക്സിക്യൂട്ടീവ് ആർ ആസ് ഫോളോസ്. ഒന്നാമത്തത്, ദ ഫ്രഞ്ച് പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ. ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ആരെ നിയമിക്കുന്നത്, പ്രധാനമന്ത്രി നിയമിക്കുന്നത്. ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ഹിം ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ബാക്കി മന്ത്രിമാരെ നിയമിക്കുന്നത് ആര്, പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് നിയമിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിൽ എന്താ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് അല്ലേ. നമ്മുടെ പ്രസിഡൻ്റാണ് പ്രധാനമന്ത്രി നിയമിക്കുന്നത്. ആ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് തന്നെ എന്ത് ചെയ്യുന്നു, മറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നു. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ദ ഫ്രഞ്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫങ്ഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഫ്രാൻസിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സൂപ്പർവിഷനിലും ഗൈഡൻസിലുമാണ്. അതായത് പ്രധാനമന്ത്രിയുടെ കൺട്രോളിലാണ് ഫ്രഞ്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്താണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്, പാർലമെൻ്ററി സിസ്റ്റമാണ്. മൂന്നാമത്തത്, ദ പ്രസിഡൻറ്റ് പെർഫോം മോസ്റ്റ് ഓഫ് ഹിസ് ഫങ്ഷൻ ഓൺ ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇനി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശപ്രകാരമായിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴും അത് പാർലമെൻ്ററിയാണ്. ഇനി ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് ദി പാർലമെൻറ്റ്. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മറ്റ് മന്ത്രിമാരും എന്ത് ചെയ്യുന്നു, പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയറിൽ പങ്കെടുക്കുന്നു. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പാർലമെൻറ്റിൻ്റെ പോളിസീസിൻ്റെയും പ്രോഗ്രാംസിൻ്റെയും പരിപൂർണ്ണ ഉത്തരവാദിത്വം ആർക്ക്, പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കുമാണ്. ഈ ഒരു കാഴ്ചപ്പാട് നോക്കിയാൽ നമുക്ക് പറയാം എന്താ, ഫ്രഞ്ചിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. ഇനി ദ ഫ്രഞ്ച് പ്രസിഡന്റ് എൻജോയ്സ് ദ പവർ ടു ഡിസോൾവ് ദ നാഷണൽ അസംബ്ലി. ഫ്രഞ്ച് പാർലമെൻ്റ് ആയ നാഷണൽ അസംബ്ലിയെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കുണ്ട്, പ്രസിഡന്റ്. ഈ ഒരു 5 ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഫ്രാൻസിൽ ഏതാണ്, പാർലമെൻ്ററിയാണ്. ഇനി ഇവിടുത്തെ പ്രസിഡൻഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദ ഫ്രഞ്ച് എക്സിക്യൂട്ടീവ് കണ്ടെയ്ൻ ദ ഫോളോയിങ് പ്രസിഡൻഷ്യൽ ഫീച്ചേഴ്സ്. ഒന്നാമത്തത്, ദ ഫ്രഞ്ച് പ്രസിഡന്റ് ഈസ് നോട്ട് എ നോമിനൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ബട്ട് എൻജോയ് റിയൽ പവേഴ്സ്. ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനൽ ആയിട്ടുള്ളതോ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയതുമായ ഹെഡ് അല്ല. പക്ഷേ അങ്ങനെ അല്ലാതിട്ട് പോലും അയാൾക്ക് യഥാർത്ഥ അധികാരമുണ്ട്. ആൾ റിയൽ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ് ഈവൻ ദോ ഹീ ഈസ് നോട്ട് എ നോമിനൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. രണ്ടാമത്തത്,
The members of the Council of Ministers are not the members of Parliament. Council of Ministers-ലെ അംഗങ്ങൾ എവിടുത്തെ അംഗങ്ങളല്ല? പാർലമെൻറ്റിലെ അംഗങ്ങളല്ല. But they participate in the proceedings of the Parliament. പക്ഷേ എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്സിൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? പങ്കെടുക്കും. അതെങ്ങനെ പ്രസിഡന്റ് ടീച്ചറാണ്? അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്നത് എവിടുത്തെ അംഗങ്ങളല്ലെന്ന് പറഞ്ഞു? പാർലമെൻറ്റിലെ അംഗമല്ല. അപ്പോൾ പാർലമെൻറ്റിലെ അംഗമല്ലാത്ത ഒരാൾക്ക് അവിടുത്തെ പാർലമെൻറ്റ് പ്രൊസീഡിങ്സിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാൻ അധികാരം കൊടുക്കുമ്പോൾ അവിടെ പ്രസിഡന്റിനാണ് റിയൽ പവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഈവൻ ദോ ദേ ആർ നോട്ട് ദി മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ബട്ട് ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ദ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ അത് വരുമ്പോൾ എന്താ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനേക്കാളും പവർ ആർക്ക്? അപ്പോൾ അവിടെ പ്രസിഡന്റ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. റിയൽ പവേഴ്സ് അയാൾ നമ്മൾ ആദ്യം പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് അല്ല, നോമിനൽ ഹെഡും അല്ല. പക്ഷേ റിയൽ പവേഴ്സ് ആർക്കാണ്? പ്രസിഡന്റ്. ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പാർലമെൻറ്റിലെ അംഗമല്ല. പക്ഷേ അവർക്ക് പങ്കെടുക്കാൻ എന്ത് ചെയ്യുന്നു? അനുമതി കൊടുക്കുന്നു ആരാ? പ്രസിഡന്റാണ്. അപ്പോൾ അവിടെ എന്താ? പ്രസിഡന്റ് സിസ്റ്റമാണെന്ന് പറയാം. അടുത്ത മൂന്നാമത്, ദ മീറ്റിംഗ്സ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ പ്രസീഡഡ് ബൈ ദ പ്രസിഡന്റ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ദെൻ അടുത്തത്, ദ പ്രസിഡന്റ് പ്ലേ എ റോൾ ഇൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ആദ്യം പറഞ്ഞതാണ് പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അവിടെ പ്രസിഡന്റിനെ പ്രൈം മിനിസ്റ്ററേക്കാളും അധികാരം ആർക്ക്? പ്രസിഡന്റ്. അപ്പോൾ ഇത് രണ്ടും അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. നോക്കി, ഇറ്റ് ഈസ് എവിഡന്റ് ഫ്രം ദി എബോവ് ഡിസ്കഷൻ ദാറ്റ് ദ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അഡോപ്റ്റഡ് സെവറൽ ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം വിത്ത് എ റിയൽ പ്രസിഡന്റ്. യഥാർത്ഥ പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് എന്താ കൂടുതൽ എവിടെ ഫോളോ ചെയ്യുന്നത്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഫ്രാൻസിലുണ്ട്, പക്ഷേ യഥാർത്ഥ അധികാരം ആർക്ക്? പ്രസിഡന്റ്. സോ in conclusion we can say that the French executive under the Fifth Republic is neither parliamentary nor presidential but a blend of the two. അപ്പോൾ അതുകൊണ്ട് അഞ്ചാം റിപ്പബ്ലിക് അനുസരിച്ച് നിലവിൽ വന്ന ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പാർലമെൻ്ററി അല്ല, പ്രസിഡൻഷ്യലും അല്ല. ഇത് രണ്ടിനെയും കൂടെ എന്താ ഒരു മിശ്രിതമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്ക് കോസി പ്രസിഡൻഷ്യൽ എന്നോ കോസി പാർലമെൻ്ററി എന്നോ ഒക്കെ എന്ന് വിശേഷിപ്പിക്കാം. ഈ ഫ്രാൻസിലെ ഫോം ഓഫ് ഗവൺമെൻറ് എന്ത് ചെയ്യാം? വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. സോ